പ്രിയപ്പെട്ട കൂട്ടുകാരെ, നൈസ് ദംഗസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 5ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഇക്കായി ഏക്ക് ആദ്യത്തെ അധ്യായം ദുലാരെ പൽ എന്ന പാഠത്തിലെ ദുലാരെ പൽ പ്രിയപ്പെട്ട നിമിഷങ്ങൾ എന്ന യൂണിറ്റിലെ ആദ്യത്തെ കവിതയാണ് ധൂബ് ആ ഗയി എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ധൂബ് ആ ഗയി എന്ന ചാപ്റ്ററിലെ അഭ്യാസമാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സമയമൊട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ധൂബ് ആ ഗയി, പ്രയാഗ് ശുക്ല എഴുതിയ ധൂബ് ആ ഗയി. ധൂബ് ആ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ വന്നു. ധൂബ് മാത്രം നോക്കുമ്പോൾ വെയിൽ. എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നിട്ടുണ്ടായിരുന്നു. ധൂബ് ആ ഗയി സുബഹ് സുബഹ് കി കലിയാം പ്യാരി പ്യാരി മഹക്കീം കലിയാം ക്യാരി ക്യാരി മഹക്കീം കലിയാം ഇത്തനി സാരി മഹക്കീം. അത് രാവിലെ തന്നെ സൂര്യൻ ഉദിച്ചു, സൂര്യൻ വന്നു. കലിയാം പൂമൊട്ടുകളൊക്കെ മനോഹരമായ പൂത്തടം തീർത്തു. അല്ലെങ്കിൽ മഹക്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മഹക്കീം സുഗന്ധം പരത്തുക. പൂമൊട്ടുകളൊക്കെ മനോഹരമായി സുഗന്ധം പരത്തി. പിന്നെയോ ക്യാരി ക്യാരി പൂത്തടങ്ങളൊക്കെ മഹക്കീം സുഗന്ധം വന്നു. കലിയാം ഇത്തനീ സാരി മഹക്കീം എന്ത് ചെയ്തു? എല്ലായിടത്തും പൂമൊട്ടുകൾ സുഗന്ധം പരത്തി. അതായത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞപ്പോൾ പൂക്കളെല്ലാം വിരിഞ്ഞ് അവിടെ ആകെ സുഗന്ധം പരത്തി. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വരികൾ നോക്കൂ. ഹവാ ബഹ് രഹി ഠണ്ഡി ഠണ്ഡി ധൂം രഹി വഹ് ബഹ്കി ബഹ്കി ഉഡ്തി ഉഡ്തി ആയി ചിടിയാം ഫുദക് ഫുദക് കർവേഫി ചക്കീം. രാവിലെ ആയപ്പോൾ എന്ത് പറ്റി? ഹവ തണുത്ത കാറ്റ് വീശി. പിന്നെയോ പക്ഷികളൊക്കെ വന്നു ചാടി അവ എന്ത് ചെയ്യാൻ തുടങ്ങി? ചിലയ്ക്കാൻ തുടങ്ങി. അതിമനോഹരമായ ഒരു രാവിലെ ഒരു പ്രഭാതത്തിൻ്റെ ദൃശ്യമാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് ഇനി അഭ്യാസത്തിലേക്ക് വരാം, ആക്ടിവിറ്റിയിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ നിങ്ങളെ ആദ്യം പരിചയപ്പെടുത്തുന്നത് രംഗ് കളേഴ്സാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളേഴ്സ് പഠിക്കണം. ആദ്യത്തെ പ്രവർത്തനം തന്നെ രംഗ് ഫരേം എന്നുള്ളതായിരുന്നു. രംഗ് ഫരേം മീൻസ് കളർ ചെയ്യുക. കളർ ചെയ്യണമെങ്കിൽ കൂട്ടുകാർക്ക് കളർ അറിയാമായിരിക്കണം അല്ലേ? ആദ്യത്തെ പിക്ചർ കലി, ഒരു പൂമൊട്ടിൻ്റെ ആണ്. അപ്പോൾ അതിൻ്റെ കളർ വേണം കൊടുക്കാനായിട്ട്. ലീഫിന് എന്ത് കളർ കൊടുക്കും? ഗ്രീൻ കൊടുക്കും അല്ലേ? അപ്പോൾ ഗ്രീന് ഹിന്ദിയിൽ എന്ത് പറയുമെന്ന് കൂട്ടുകാരറിയണം അല്ലേ? ഗ്രീനിന് എന്ത് പറയും? ഹര പച്ച. നോക്കൂ, യഹ് കലി ഹേ, യഹ് ഇത്, ദിസ് കലി പൂമൊട്ട്, ബഡ് ഹേ ആകുന്നു. ഓക്കെ, യഹ് കലി ഹേ, ദിസ് ഈസ് ബഡ്, ദിസ് ഈസ് എ ബഡ്, ഇത് പൂമൊട്ടാകുന്നു. യഹ് ചിടിയ ഹേ, യഹ് ദിസ് ചിടിയ ബേർഡ് ഹേ ആകുന്നു. അപ്പോൾ ദിസ് ഈസ് എ ബേർഡ്, ദിസ് ഈസ് എ ബേർഡ്. ഓക്കെ, ഇത് പക്ഷിയാകുന്നു, ഇത് പൂമൊട്ടാകുന്നു. ക്ലിയർ? അടുത്ത് നോക്കൂ, നിങ്ങൾക്ക് 4 കളറുകളാണ് ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. റെഡ്, ഗ്രീൻ, ബ്ലാക്ക്, ബ്ലൂ. നമുക്ക് 4 കളർ പഠിച്ചാൽ പോരാ, വൈറ്റ് പഠിക്കണം. വൈറ്റും യെല്ലോയും ഒക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ന് നന്നായിട്ട് കളേഴ്സ് പഠിക്കാം. റെഡിയല്ലേ കൂട്ടുകാർ? നോക്കൂ, ലാൽ റെഡ് ചുവപ്പ്. ഹര ഗ്രീൻ പച്ച. ഹര ഗ്രീൻ പച്ച. ബ്ലാക്ക് കാല കറുപ്പ് കാല. ബ്ലൂ നീല മലയാളത്തിൽ എന്ത് തന്നെയാണ്? നീല. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി നോക്കൂ മക്കളെ. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല ബ്ലൂ. കൂട്ടുകാരത് ഇപ്പോൾ തന്നെ പഠിച്ചു പോകണം. ലാൽ ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല. ഓക്കെ, ഇനി നമുക്ക് 1-2 കളറും കൂടി പഠിച്ചാലോ. യെല്ലോ മഞ്ഞയ്ക്ക് ഹിന്ദിയിൽ എന്താ പറയുന്നത്? പീല. എന്താണ്? പീല. മഞ്ഞ പീല എന്ന് വെച്ചാൽ യെല്ലോ, മഞ്ഞ എന്നർത്ഥം. ഇനി വൈറ്റ്
വെള്ളയ്ക്ക് എന്താ പറയുന്നത്? വെള്ള. സഫേദ്. എന്താണ്? സഫേദ്. സഫേദ് വൈറ്റ്. വെള്ള. സഫേദ്. വയലറ്റ്. വയലറ്റിന് എന്താ പറയുന്നത്? ബൈങ്കനി. ബൈങ്കനി. ബൈങ്കനി വയലറ്റ്. ഓക്കെ. പിങ്ക്. ഗുലാബി. ഗുലാബി പിങ്ക്. പിങ്ക് ഗുലാബി. നോക്കൂ കൂട്ടുകാരെ, ഒരിക്കൽ കൂടി. സഫേദ് വെള്ള വൈറ്റ്. പീല. പീല മഞ്ഞ യെല്ലോ. ബൈങ്കനി. ബൈങ്കനി വയലറ്റ്. ബൈങ്കനി വയലറ്റ്. ഗുലാബി. ഗുലാബി പിങ്ക്. ഗുലാബി പിങ്ക്. ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി. ലാൽ ചുവപ്പ്. ഹര പച്ച. കാല കറുപ്പ്. നീല നീല. സഫേദ് വെള്ള. പീല മഞ്ഞ. ബൈങ്കനി വയലറ്റ്. ഗുലാബി പിങ്ക്. ക്ലിയർ അല്ലേ? ഇനി എൻ്റെ കൂട്ടുകാരോട് ആര് ചോദിച്ചാലും കളേഴ്സിൻ്റെ പേര് പറയുമല്ലോ. ധൂപ് ആ ഗയി എന്ന കവിതയിൽ ഇനി ഒരു പ്രവർത്തനം കൂടിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ശബ്ദ പഹച്ചാനേം കവിതാമയം രേഖാങ്കിത് കരേം. ഈ വാക്കുകൾ മനസ്സിലാക്കുക. കവിതാമയം രേഖാങ്കിത് കരേം കവിതയിൽ അണ്ടർലൈൻ ചെയ്യാനായിട്ട്. നോക്കൂ, യെല്ലോ ബലൂൺ കണ്ടല്ലോ. യെല്ലോ. പീല. പീല ബലൂണിൽ പീല ഗുബ്ബാരെ. ബലൂണ് ഗുബ്ബാരെ. പീല ഗുബ്ബാരയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചിടിയാം. പീല യെല്ലോ ബലൂണിൽ എന്താ എഴുതിയിരിക്കുന്നത്? പീല ഗുബ്ബാരയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ചിടിയാം. ചിടിയാം മീൻസ് ബേർഡ്. ബേർഡ് എന്ന വാക്ക് കവിതയിൽ എവിടെയാണ് ഉള്ളത്? ചിടിയാം എന്ന വാക്ക് എവിടെയാണ്? പേജ് നമ്പർ 11. പേജ് നമ്പർ 11 എത്രാമത്തെ വരി? 3-ാമത്തെ വരിയിൽ ലാസ്റ്റ് വാക്ക് അല്ലേ? ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. ഉടുത്തി ഉടുത്തി ആയി ചിടിയാം. പറന്ന് പറന്ന് പക്ഷികൾ വന്നു അല്ലേ? അപ്പോൾ യെല്ലോ ഗുബ്ബാരയിലെ വേർഡ് ചിടിയാം എന്നാണ്. ആ ചിടിയാം എന്ന വേർഡ് കവിതയിൽ എവിടെയാണുള്ളത്? പേജ് നമ്പർ 11 3-ാമത്തെ വരിയിൽ ലാസ്റ്റ് വാക്ക് ചിടിയാം. കണ്ടല്ലോ. അടുത്ത് നോക്കിക്കേ. ഹര ഗുബ്ബാര. ഹര. ഹര ഗ്രീൻ. ഗ്രീൻ ബലൂൺ. ഗ്രീൻ ബലൂണിൽ എന്താ എഴുതിയിരിക്കുന്നത്? ക്യാരി. ക്യാരി തടം അല്ലേ? പൂത്തടം. തടം. ക്യാരി എന്ന വേർഡ് കവിതയിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ക്യാരി. പേജ് നമ്പർ 10. പേജ് നമ്പർ 10 3-ാമത്തെ വരിയിൽ 2-ാമത്തെ വാക്ക് അല്ലേ? 3-ാമത്തെ വരിയിൽ 2-ാമത്തെ വാക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അണ്ടർലൈൻ ചെയ്യണം. ക്യാരി. 2-ാമത്തെ വരിയിലെ 2-ാമത്തെ വാക്ക് അണ്ടർലൈൻ ചെയ്യരുത്. അത് ക്യാരി എന്നല്ല, പ്യാരി എന്നാണ്. പായുടെ പകുതിയാണ് ആദ്യം തന്നിരിക്കുന്നത്. എന്നാൽ 3-ാമത്തെ വരിയിലെ 2-ാമത്തെ വാക്ക് ക്യാരി. കായുടെ പകുതിയും യായും ആ ര ഈ അടയാളം. ക്യാരി. പ്യാരിയും ക്യാരിയും കൂടി തിരിഞ്ഞു പോകരുത്. ക്ലിയർ? അപ്പോൾ ഗ്രീൻ ബലൂണിൽ ഹര ഗുബ്ബാരയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ക്യാരി. ക്യാരി എന്ന വാക്ക് കവിതയിൽ എവിടെയാണ്? 10-ാമത്തെ പേജിൽ 3-ാമത്തെ വരിയിൽ 2-ാമത്തെ വാക്ക് ക്യാരി. കലിയാം ക്യാരി ക്യാരിയുമാക്കി. കണ്ടല്ലോ. അടുത്ത് നോക്കിക്കേ. ലാൽ ഗുബ്ബാര. ലാൽ ഗുബ്ബാര റെഡ് ബലൂൺ. ലാൽ ഗുബ്ബാര റെഡ് ബലൂൺ. റെഡ് ബലൂണിൽ എഴുതിയിരിക്കുന്നത് കലിയാം. കലിയാം. കലിയാം പൂമൊട്ടുകൾ. കലിയാം എന്ന വാക്ക് എവിടെയാ? കലിയാം. മക്കളെ, നിങ്ങൾ നന്നായിട്ട് പാഠപുസ്തകം വായിച്ചു നോക്കണം കേട്ടോ. അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. കലിയാം എവിടെയാ? പേജ് നമ്പർ 10. പേജ് നമ്പർ 10 2-ാമത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് കലിയാം. 10-ാമത്തെ പേജിൽ 2-ാമത്തെ വരിയിൽ ആദ്യത്തെ വാക്കാണ് കലിയാം. കലിയാം പ്യാരി പ്യാരി മഹക്കീം. കണ്ടല്ലോ. അവിടെ നോക്കിക്കോ. നീല ഗുബ്ബാര. നീല ഗുബ്ബാര ബ്ലൂ ബലൂൺ. ബ്ലൂ ബലൂണിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഹവ. ഹവ വിൻഡ് കാറ്റ്. ഹവ എന്ന വാക്ക് കവിതയിൽ ധൂപ് ആ ഗയി എന്ന കവിതയിൽ എവിടെയാണ് ഉള്ളത്? പേജ് നമ്പർ 11 ആദ്യത്തെ വരിയിൽ ആദ്യത്തെ വാക്ക് ഹവ. ഹവ ബഹ്രഹി ഠണ്ഡി ഠണ്ഡി അല്ലേ? ഹവ. കണ്ടല്ലോ. ഹവ.
നോക്കൂ, വയലറ്റ് ബലൂണാണ് തന്നിരിക്കുന്നത് അല്ലേ? ബൈങ്കനി ഗുബാര, ബൈങ്കനി ഗുബാരയിൽ എഴുതിയിരിക്കുന്നത് ധൂപ്, ധൂപ് വെയിൽ, ധൂപ്. ധൂപ് എന്ന വാക്ക് എവിടെയുള്ളത്? ധൂപ് ആ ഗയി, നമ്മുടെ കവിതയുടെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്, ധൂപ് ആ ഗയി. ധൂപ് എന്ന വാക്ക് അവിടെയുണ്ട്. കവിതയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ധൂപിലാണ് അല്ലേ? ധൂപ്. കൂട്ടുകാരെ, അപ്പോൾ ധൂപ് ആ ഗയി എന്ന കവിതയിലെ എല്ലാ പ്രവർത്തനങ്ങളും തന്നിരിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ഭാഗമാണ്. ടോമി ഓർ മേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രകഥയാണ്. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.